പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ചിന്തിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും യേശുവിൻ്റെ ആത്മാവിനാൽ നടക്കുന്നതല്ല എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. റോമക്കർക്കെതിരെ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ യേശു ക്രിസ്തുവിന് ഉള്ളവനല്ല. യേശു ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ യേശു ക്രിസ്തുവിന് ഉള്ളവനല്ല. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള തിരുവചനത്തിൽ കാണുന്ന രണ്ടാമത്തെ കൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്നവനെ അവിടുന്ന് ശിക്ഷിക്കാതെ വിടുകയില്ല. കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല എന്ന വചനഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. യേശുവിൻ്റെ നാമത്തിന് കൊടുക്കേണ്ട മഹത്വം, ദൈവനാമത്തിന് കൊടുക്കേണ്ട മഹത്വം എങ്ങനെയുള്ളതാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ചിലപ്പോൾ ഈ സന്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലരുടെ ഒരു ചിന്ത, കാരണം വചനം ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ്, ഞാനത് ധ്യാനിച്ചും കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ആത്മീയ സത്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ സന്ദേശത്തിലൂടെ നിരവധി പേർക്ക് ഒരുപാട് അവരുടെ ജീവിതത്തിൽ അവർ നിസ്സാരമായി കണ്ട കർത്താവിൻ്റെ നാമത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെയുള്ള മേഖലകളിൽ അനുദപിക്കാൻ പറ്റിയെന്ന് പറയുന്ന പല സഹോദരങ്ങളും വിളിക്കുകയുണ്ടായി. എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്കെതിരെയുള്ള സംഭാഷണമാണ്, ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കെതിരെയുള്ള സംഭാഷണമാണ്. അങ്ങനെയെങ്കിൽ അതുതന്നെയാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും ചിലപ്പോൾ. കാരണം നാം ചെയ്യുന്ന പ്രവൃത്തി ഓർത്ത് നമുക്ക് അനുദപിക്കാനോ തിരുത്തുവാനോ പറ്റുന്നില്ലെങ്കിൽ അവർ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഓരോ വചനവും നമുക്ക് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് ആദ്യമേ തന്നെ വിശുദ്ധീകരണം നടത്തേണ്ടതാണ്. ആ വചനം വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അശുദ്ധി ജീവിക്കുന്ന, ദൈവകൃപയെ നഷ്ടപ്പെടുത്തി ജീവിക്കുന്ന വ്യക്തികളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ആ വചനം അവർക്ക് പങ്കുവെച്ച് കൊടുത്ത് അവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം അതുകൊണ്ട് പിശാചിന് എപ്പോഴുമുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആരും മാനസാന്തരപ്പെടരുത്, ആരും നവീകരിക്കപ്പെടരുത്, സ്വർഗം സ്വന്തമാക്കരുത് എന്ന് സാത്താന് വലിയ ആഗ്രഹമുണ്ട്. അവൻ്റെ അനുയായികളും അപ്രകാരമുള്ള ചിന്തയുമായിട്ട് കടന്നു പോകുന്നു. എന്നാൽ നമ്മൾക്ക് ചെയ്യാനുള്ളൊരു കാര്യം, നമ്മൾ അനുദപിക്കുക, തിരിച്ചു വരിക. കർത്താവിൻ്റെ നാമത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്സാരമായി കാണുന്ന പലതും വലുതായിട്ട് നമ്മൾ കാണണം. അതുകൊണ്ട് കർത്താവ് ഗൗരവമായിട്ട് കാണുന്നു. തൻ്റെ നാമത്തെയും തന്നിലുള്ള വിശ്വാസത്തെയൊക്കെ നമ്മളെ ഓരോരുത്തരെയും കർത്താവ് ഗൗരവമായിട്ട് കാണുന്നു. അതിനാൽ നമ്മൾ ഓരോരുത്തരും തിരിച്ചു വരേണ്ടത് ആവശ്യമാണ്. ഈ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ദൈവവചനം ചിന്തിക്കാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ബൈബിൾ വായിക്കുന്ന കാര്യം ഇതാണ്, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളുമുണ്ട്. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിൽ നടക്കുന്നതല്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ രോഗശാന്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പിശാച് ബഹിഷ്കരണം, പ്രവചനങ്ങൾ, സന്ദേശങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിലാണല്ലോ നടക്കുന്നത്. അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്ന വാക്ക് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 21 യഥാർത്ഥ ശിഷ്യൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നൊരു വാക്കിങ്ങനെയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യേശുവിൻ്റെ നാമം വിളിച്ചു നടക്കുക എന്നുള്ളതല്ല, അത് വിളിക്കുന്നവർക്ക് വ്യക്തമായൊരു ബോധ്യമുണ്ടാകണം. ഞാൻ വിളിക്കുന്ന ദൈവത്തെക്കുറിച്ചും ആ ദൈവത്തിൻ്റെ നാമത്തെക്കുറിച്ചും ആ ദൈവം എന്നെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും. എന്നിട്ട് പറയുകയാണ്, അന്ന് പലരും എന്നോട് ചോദിക്കും, എന്നാണ് വിധി ദിവസം ചോദിക്കും, കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും, ഒരു പ്രാവശ്യമൊന്നുമല്ല 2 പ്രാവശ്യം കർത്താവേ എന്ന് വിളിക്കുന്നത്, കർത്താവേ കർത്താവേ ഞങ്ങൾ നിൻ്റെ നാമത്തിൽ. സാധാരണ കർത്താവേ യേശുവേ എന്നൊക്കെ ചോദിക്കത്തുള്ളൂ. ഇതിപ്പോൾ കർത്താവേ കർത്താവേ, ആ കർത്താവേ എന്നുള്ള വാക്കിന് തന്നെ വളരെ അർത്ഥമുണ്ട്. ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു.
നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കി. അപ്പോൾ അത് യേശുനാമമാണിത്. നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ, ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്തില്ലേ? അതൊരു വലിയ കാര്യമായിട്ട് അവർ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്ന് വെച്ചാൽ നിങ്ങളെനിക്കറിയാം, അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നവരാണെന്ന് എനിക്കൊരിക്കലും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. നിങ്ങളിൽ ചെയ്ത പിശാച് ബഹിഷ്കരണവും അത്ഭുതവും പ്രവചനവും അനീതിയാണ്. അതെങ്ങനെയാണ് അനീതിയാകുന്നത്? കാരണം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ചെയ്യണമെന്ന് ബൈബിളിൽ. ശിഷ്യന്മാർക്ക് അധികാരം കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, നാമങ്ങളല്ല നാമത്തിൽ. അപ്പോൾ യേശു നാമം അവഹേളിക്കപ്പെടുമ്പോൾ പിതാവിൻ്റെ നാമം അവഹേളിക്കപ്പെടുന്നു, യേശുവിൻ്റെ നാമം അവഹേളിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നാമം അവഹേളിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സകല പ്രവൃത്തികളെയും അവഹേളിക്കുന്നു അവർ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് പറയുന്ന 3 കാര്യങ്ങളോട് പറയുന്നതെന്ന്, ഒന്ന് പ്രവചനമാണ്, നമ്മൾ സന്ദേശം എന്നൊക്കെ പറയുന്ന ഒരു മേഖല. ഇത് പലപ്പോഴും കണിയാന്മാർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ദർശനങ്ങൾ പറയാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പരിശുദ്ധാത്മാവിൽ പ്രവചിക്കുന്നവരുണ്ട്. പക്ഷെ അവരെ പ്രവചനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എല്ലാ വരങ്ങളും കൃപാവരങ്ങളും പൊതു നന്മയ്ക്ക് വേണ്ടിയും ദൈവരാജ്യ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ട് പേരെടുക്കാനോ പ്രശസ്തരാകാനോ അല്ലെങ്കിൽ അതുകൊണ്ട് സമ്പത്തുണ്ടാക്കാനോ നമുക്ക് അനുവാദമില്ല. അപ്പം ഇവിടെ പറയുന്ന പ്രവചനം വ്യാജ പ്രവചനങ്ങളായിരുന്നു. ആത്മാക്കളെ രക്ഷ എന്നുള്ള ധാരണയിൽ ചെയ്യുകയും എന്നാൽ യേശുവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നതിനേക്കാൾ ഉപരി സ്വന്തം പേരിന് മഹത്വം കൊടുക്കാൻ വേണ്ടി ചെയ്തിരുന്ന ചില പ്രവൃത്തികൾ. ഇനി അടുത്ത രണ്ടാമത്തേത്, ഞാൻ വീണ്ടും അതിലേക്ക് വരാം, ബന്ധന വിടുതൽ ശുശ്രൂഷ അല്ലെങ്കിൽ പിശാച് ബഹിഷ്കരണ പ്രാർത്ഥനകൾ, വിടുതൽ ശുശ്രൂഷ എന്നൊക്കെ പറയും. ഒരു കാലത്ത് ഈ വിടുതൽ ശുശ്രൂഷയ്ക്ക് വലിയ ഡിമാൻഡ്. അതുകൊണ്ട് എല്ലാ ധ്യാനത്തിൻ്റെ അവസാനം കൊണ്ടുവന്ന് വിടുതൽ ധ്യാനം എന്ന് വയ്ക്കുന്നവരുണ്ട്. ഇതെല്ലാം തന്ത്രപരമായിട്ട് അവർ ചെയ്യുന്നതാണ്. ഒരിക്കലും അതിനകത്ത് ദൈവനാമത്തിൻ്റെ പ്രവർത്തനത്താൽ ഉദ്ദേശിക്കുന്നവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിനി ഏത് പേര് വയ്ക്കുന്നു എന്നുള്ളതിനേക്കാൾ പ്രസക്തം ക്രിസ്തുവിലൂടെ അത് നടക്കുക എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഭയങ്കരമായിട്ട് പോകും. സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയത്തും ഇവിടെ ദൈവരാജ്യം ഉണ്ടായിരുന്നു, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നുണ്ടായിരുന്നു, ആത്മീയ പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന വാക്കിങ്ങനെയാണ്, അങ്ങനെ ഈ പിശാചുക്കളെ പുറത്താക്കുന്ന പരിപാടി യേശുവിൻ്റെ നാമത്തിൽ, അത് ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ ചെയ്യുന്നത് കൊണ്ട് പൈശാചിക ശക്തികളാൽ ചെയ്യുന്ന മേഖലയുമുണ്ട്. അപ്പോൾ പിശാചിന് യേശുവിൻ്റെ നാമം ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. കാര്യം എന്താ? അവൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അത് പറ്റും. അതിനൊരു വലിയ ഉദാഹരണമായിട്ട് നമ്മൾ ബൈബിളിൽ കാണുന്നത് മത്തായി സുവിശേഷം 24:4 പറയുന്നുണ്ട്, യേശു പറഞ്ഞു, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവൻ. പലരും എൻ്റെ നാമത്തിൽ വന്ന് ഞാൻ ക്രിസ്തുവാണെന്ന് പറയുകയും അനേകരെ വഴിതെറ്റിക്കുകയും ചെയ്യും. കണ്ടോ, ക്രിസ്തുവാണെന്ന് പറയും, എന്നിട്ട് അനേകരെ വഴിതെറ്റിക്കും. അതിൻ്റെ 24:24 പറയുന്നത് ഇങ്ങനെയാണ്, കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അറിയാം, പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്നവർ അധികം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൽ പ്രവർത്തിക്കുന്നവർ സ്വന്തം മഹത്വത്തിന് വേണ്ടി ഒരിക്കലും ഇത് ചെയ്യുകയില്ല. അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും മഹത്വം ദൈവത്തിന് കൊടുക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ എന്ന് കർത്താവിനോട് ചോദിക്കുകയാണ്. ഇന്ന് അത്ഭുത പ്രവർത്തനം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിലല്ലാത്ത അത്ഭുത പ്രവർത്തനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, പണ്ടൊക്കെ ഒരുപാട് അത്ഭുത പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ധ്യാനങ്ങളിൽ ഒരുപാട് ക്യാൻസർ രോഗികൾ, ഒരുപാട് അതിനേക്കാളൊക്കെ ഉപരി പറയാൻ പറ്റും, ഗുണ്ടകളായ പല വ്യക്തികൾ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളായി മദ്യപാനത്തിന് അടിമയായിരുന്നവർ, പാപബന്ധനങ്ങൾ കഴിയുന്നവർ തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ അവരത് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് അനുഭവം പറയാൻ പറ്റും. നമ്മൾ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് നടന്ന് അത് യൂട്യൂബിൽ, ഫേസ്ബുക്ക്, നിങ്ങൾ ഏതെങ്കിലും ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഞങ്ങൾ ഏതെങ്കിലും നടത്തിയ ധ്യാനത്തിൻ്റെ സാക്ഷ്യം കണ്ടിട്ടുണ്ടോ? അത് മനഃപൂർവ്വം ഇടാത്തതാണ്. അത് ഇട്ടാലും ഇള്ളേരും വരാനുള്ളവർ വരും.
കർത്താവ് അവരെ ആകർഷിച്ച് കൊണ്ടുവന്നോളും. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഒരു രോഗിയെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ കച്ചവടമാക്കാൻ വേണ്ടി ക്യാമറ എല്ലാം വാ, അടുത്തേക്ക് വാ, എന്നിട്ട് പിന്നെ പേര്, നാട്, പിന്നെ കാര്യങ്ങൾ, ചിലപ്പോൾ അവരെ അവിടെ നിർത്തി അവഗണിച്ച് കളയും. നിങ്ങൾ ഇന്ന പാപം ചെയ്യുന്ന ആളല്ലായിരുന്നോ, നിങ്ങളുടെ രഹസ്യ കാര്യങ്ങളൊക്കെ. ചിലപ്പം ഏതെങ്കിലുമൊക്കെ പാപബന്ധനങ്ങൾ ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും കാണും. രഹസ്യാത്മ പാപങ്ങളുണ്ട്, പരസ്യമായി ചെയ്യുന്ന പല പാപങ്ങളുമുണ്ട്. ഇത് പൊതുജനം മുഴുവൻ അറിയിക്കാൻ വേണ്ടി വെളിപ്പെടുത്തി ആ മനുഷ്യനെ എന്ത് ചെയ്യുന്നു, അവഹേളിക്കുന്നു. എന്നിട്ട് ഈ വ്യക്തി പേരെടുക്കുന്നു. ഉടനെ ക്യാമറ അങ്ങോട്ട് കാണിക്കും, എന്നിട്ട് കാണിച്ചിട്ട് ക്യാമറയാണ് പുള്ളിയുടെ ദൈവം. അതുപോലെയാണ് പുള്ളി അത് വെച്ചിട്ട് മുഴുവൻ കച്ചവടമാക്കും. നമ്മുടെ മനുഷ്യർക്ക് പലപ്പോഴും ഇപ്പം ഈ മീഡിയയുടെ പ്രവർത്തനം വർദ്ധിച്ചത് കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെയേറെ അവർക്ക് ഒരു മീഡിയയിലൊക്കെ വരണമെന്നൊരു താല്പര്യമുള്ള മനുഷ്യരാണല്ലോ പലരും. അപ്പോൾ അതൊക്കെ കൊണ്ട് മീഡിയ തെറ്റെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, യൂട്യൂബ് ഫേസ്ബുക്കോ തെറ്റെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മളതെല്ലാം ദൈവിക കാര്യത്തിൽ ഉപയോഗിക്കുക. പക്ഷേ ഇതിൽ ദൈവമഹത്വത്തെക്കാൾ ഉപരി സ്വന്തം മഹത്വത്തിന് ഉപയോഗിക്കുന്നു. ഇത് കൊണ്ടുവന്നിട്ട് പിന്നെ അത് വെച്ചിട്ട് ആൾക്കാരെ ആകർഷിച്ചു കൊണ്ടുവരിക. അങ്ങനെ ആകർഷിച്ചു കൊണ്ടുവന്ന് സമ്പത്തുണ്ടാക്കുക. ഞാൻ പലപ്പോഴും കണ്ടു ചിലർ പിന്നെ ഒരുപാട് തന്ത്രങ്ങൾ അതിനകത്ത്. ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുന്ന ഒരുപാട് തന്ത്രങ്ങളുണ്ട്. ചില സന്ദേശക്കാർ അല്ലെങ്കിൽ ചില പ്രവർത്തകരൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. ചില പറയും ഞാൻ വട്ടാഴ്ചൻ്റെ ഏറ്റവും അടുത്ത ആളാണെന്നൊക്കെ പറയും. വട്ടാഴ്ചനെ മനുഷ്യനെക്കുറിച്ച് അറിയത്തില്ലായിരിക്കാം. ചോദിച്ചു പറഞ്ഞ് വരുമ്പോഴാണ് അവരുടെ ധ്യാനം കൂടിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ, പോയി പരിചയിക്കപ്പെട്ടിട്ടുണ്ട്. ചിലർ അങ്ങനെയാണ്, ചെല്ലുന്ന പാട് എല്ലാവരുമായിട്ട് അവരുടെ വ്യക്തിത്വം തെളിയിച്ചവരങ്ങ് പരിചയപ്പെടും. ചിലർ പറയും ഞാൻ ഡൊമിനിക് അച്ഛൻ്റെ ആളാണ്, അവിടുത്തെ ടീമിൽ പെട്ടതാണ് എന്നൊക്കെ പറയും. ചിലപ്പോൾ ടീമിൽ പെട്ടാന്ന് പറയാൻ പറ്റില്ല, അവിടുത്തെ പ്രേക്ഷിതയാണ്, ശുശ്രൂഷകനാണെന്നൊക്കെ പറയും. ചിലർ ഡാനിയൽ അച്ഛൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ. ഈ പറയുന്ന പ്രശസ്തരെ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പ്രശസ്ത അച്ഛന്മാരുടെ. ഇവർക്കൊന്നും ഇവരെക്കുറിച്ച് അറിയത്തില്ലായിരിക്കാം. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വിഗ്രഹാർപ്പിത ഭക്ഷണം കഴിക്കുക, വിളക്കുകൾ കത്തിക്കുക, അന്യദേവ ആരാധന നടത്തുക, തോന്നി കണക്ക് ജീവിക്കുക, ക്രിസ്തു വിശ്വാസത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുക. എന്നിട്ട് പറഞ്ഞു നടക്കുന്നത് എന്താണെന്നറിയാമോ? ഈ പ്രശസ്ത ധ്യാന ഗുരുക്കന്മാർ ടീമിൽപ്പെട്ടവരാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഇതുവരെ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. കാരണം ഈ വ്യക്തികൾ ഇതെല്ലാം ചെയ്തിട്ട് ഭയങ്കര ബന്ധനത്തിലായിരുന്നു കൊണ്ട് മറ്റുള്ളവർക്കും ഉതപ്പ് ഇവർ കൊടുത്തുകൊണ്ടിരിക്കും, എതിർസാക്ഷ്യം കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ കാണുന്നവരെ എന്തിക്കും, അവിടെ പഠിപ്പിക്കുന്ന പ്രബോധനത്തിന് വിരുദ്ധമായിട്ടാണല്ലോ, ദൈവവചനത്തിന് വിരുദ്ധമായിട്ടാണല്ലോ ഇവർ ജീവിക്കുന്നത്, നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മൾ ചിലപ്പോൾ നിഷ്കളങ്കരായ ചില മനുഷ്യർ, ഞാൻ ചിന്തിക്കുന്നില്ല, നിഷ്കളങ്കരായ ചില മനുഷ്യർ ചിന്തിക്കും ഇവരൊക്കെ ഈ പ്രസംഗിക്കുന്നുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് ചിന്തിച്ചു പോകും. കാരണം അത് വഴിതെറ്റിക്കാൻ കാരണമാകും. ബൈബിൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ വഴിതെറ്റിക്കും എന്നാണ് പറയുന്നത്. വാഗ്ധോരണികൾ കൊണ്ട് വഴിതെറ്റിക്കും. ചിലരാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഇങ്ങനെയുള്ള ധ്യാനഗുരുക്കന്മാരെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നിന്നിട്ട് ഫോട്ടോ എടുത്ത് ഉടനെ ഫേസ്ബുക്കിൽ ഇടുക, അല്ലെ വാട്സപ്പിൽ ഇടും. ഇങ്ങനെയൊക്കെയുള്ള കുറേ മനുഷ്യർ ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുന്നതിന് പകരം കസേരയ്ക്ക് വേണ്ടിയും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും പ്രശസ്തിക്കും പദവിക്കും പണത്തിനും വേണ്ടി നടക്കുന്ന കുറേ മനുഷ്യർ. ഒരു ദർശനക്കാരിയായ ഒരു സഹോദരി എനിക്കറിയാം. അവർ ഒരു ധ്യാനകേന്ദ്രത്തിലാണ്, അവിടെ സന്ദേശം കൊടുക്കുന്നു, ഒരുപാട് പേര് വരുന്നു, പണക്കാരാണ് ഇവരെ പുറകെ നിൽക്കുന്നത്. അപ്പം അത് അവിടുത്തെ ധ്യാനകേന്ദ്ര അധികാരികൾ അവരെ അവിടെ എത്തിക്കുക. എന്തിനാണെന്നറിയാമോ? ധ്യാനകേന്ദ്രത്തിന് പണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് എല്ലാ ദർശനവും ഉണ്ട്, എല്ലാ കാര്യങ്ങളും അവർ വെളിപ്പെടുത്തും. സ്വന്തം ഭർത്താവ് അവർ കാരണം ആത്മഹത്യ ചെയ്തു, അതുമാത്രം അവർക്ക് ദർശനമായിട്ട് കിട്ടിയില്ല. ബാക്കി ലോകത്ത് വീട്ടിൽ നടക്കുന്ന ആത്മഹത്യയെക്കുറിച്ച് അവർ പറയും, വന്നിരിക്കുന്ന ആളെ വീട്ടിൽ നടന്ന ആത്മഹത്യ, കൊലപാതകമോ പാപങ്ങളോ ഒക്കെ പറയും. ഇയാൾ ആത്മഹത്യ എന്തിനാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ സ്ത്രീ ഈ മനുഷ്യനെ നോക്കാതെ, കുടുംബം നോക്കാതെ ഇങ്ങനെ പ്രാർത്ഥന പേരും പറഞ്ഞ് നടക്കുക. ഇപ്പം ഞാൻ ചിന്തിച്ചു, ഇതിനെ ഇരുത്തിയിരിക്കുന്ന ധ്യാനകേന്ദ്രക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ഇരുത്തിയിരിക്കുന്നത് ചിന്തിച്ചപ്പം അവർക്ക് നല്ല ആദായം കിട്ടുന്നുണ്ട്. ചില ടീമുകളിൽ പ്രവർത്തിക്കുന്ന ആ ടീമിലൊരു ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ പ്രശസ്ത ധ്യാനഗുരുവാണെങ്കിലും ശുശ്രൂഷയാണ്, അവരോട് വ്യക്തിപരമായിട്ട് പറയണം. അല്ലാതെ അവരെന്ത് വിചാരിക്കും, എന്നെ ടീമിൽ നിന്ന് പുറത്താക്കുമോ, എനിക്കിനിപ്പോൾ ടിയെ കിട്ടത്തില്ല, ഡിയെയും കിട്ടത്തില്ല, ഞാൻ എങ്ങനെ ജീവിക്കും? പ്രിയമുള്ളവരെ, സ്വർഗസ്ഥനായ പിതാവ് തീറ്റിപ്പോറ്റുന്ന മക്കളായിട്ട് നമ്മൾ മാറണം. അല്ലാതെ ധ്യാനകേന്ദ്രങ്ങളുള്ളവരോ ധ്യാനഗുരുക്കന്മാരോ ശുശ്രൂഷകരോ തീറ്റിപ്പോറ്റുന്നവരായിട്ട് നമ്മൾ മാറരുത്, അടിമയായിട്ട് നമ്മൾ മാറരുത്. അങ്ങനെയൊക്കെയുള്ള മേഖലകൾ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളതിനാണ് കർത്താവ് പറയുന്നത്, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകണം, എൻ്റെ അടുത്ത് പോലും നിൽക്കരുത്. കാരണം നിങ്ങൾ പിശാചിൻ്റെ കൂട്ടരാണ്, നിങ്ങൾ സാത്താൻ്റെ കൂട്ടരാണ്. വലിയ കാര്യത്തെ അവർ വന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. അതാ കുഴപ്പമായത്. നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയിട്ടുണ്ട്. പുറത്തു പോയില്ല, പുള്ളി അകത്ത് തന്നെ ഇരിക്കുക, പുറത്തു പോകുന്ന കണക്ക് അഭിനയിച്ച് കാണും.
നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഒന്നും രണ്ടൊന്നുമല്ല, നിരവധി അത്ഭുതം പ്രവർത്തിച്ചു. യൂട്യൂബ് തുറന്നാൽ മൊത്തം കാണാൻ പറ്റുമെന്നേ. ഫേസ്ബുക്ക് മുഴുവനും ഈ അത്ഭുതമാണെന്നേ. വേറെ ഒന്നും അതിനകത്ത് സത്യവചനം ഇല്ല, അതിനകത്ത് ദൈവവചനം ഇല്ല. എന്നിട്ട് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. ലൂക്കാ സുവിശേഷം 6:46 വ്യക്തമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. ഇത് തന്നെയാണ് എഴുതി വെച്ചേക്കുന്ന, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് നടക്കുന്നതല്ല പ്രധാനപ്പെട്ടത്. ഞാൻ വിളിക്കുന്ന കർത്താവ് പറയുന്ന കർത്താവിനെ ആദ്യം മനസ്സിലാക്കിയിട്ട് വിളിക്കുക. വിളിച്ചിട്ട് ആ കർത്താവ് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക. കർത്താവ് പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക. അതുകൊണ്ട് ഇങ്ങനെയുള്ള മേഖല, അപ്പോൾ ചിലർ ചോദിക്കും പിശാചിന് അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ ബൈബിൾ വചനമുണ്ട്. ലൂക്കാ സുവിശേഷം 4:5. പിന്നെ പിശാച് ഈശോയുടെ ജീവിതത്തിൽ നടന്ന പരീക്ഷണങ്ങളെക്കുറിച്ചാണ്, മരുഭൂമിയിലെ ആ ഒരു പരീക്ഷണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്നുവരെ അങ്ങനെ ഒരു സംവിധാനം ലോകത്ത് ഉണ്ടായിട്ടില്ല, പക്ഷെ അന്ന് ഉണ്ടായിരുന്നു. ക്ഷണനേരം കൊണ്ട് പിശാച് പെട്ടെന്ന് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. എന്താണ്? സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഭൂമി സൃഷ്ടിച്ച കർത്താവിനോടാണ് പറയുന്നത്. ഈ ഭൂമിയിലെ വസ്തുവകൾ സൃഷ്ടിച്ച കർത്താവിനോടാണ് പറയുന്നത്. ജീവജാലം സൃഷ്ടിച്ച കർത്താവിനോടാണ് പറയുന്നത്. മാലാക വഴിതെറ്റിയ പിശാചായത്. അങ്ങനെയെങ്കിൽ മാലാകയെ സൃഷ്ടിച്ച കർത്താവിനോടാണ് പറയുന്നത്, എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം. ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവനങ്ങ് അവകാശപ്പെടുകയാണ്. ചില ആൾക്കാർ അങ്ങനെയാണ്. രോഗശാന്തിക്കുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, പിശാചുകളെ ബഹിഷ്കരിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് ആ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറേ പേരുണ്ട്. പ്രിയമുള്ളവരെ, ഡിഗ്രി ഉള്ളത് കൊണ്ടോ ഡോക്ടറേറ്റ് എടുത്തത് കൊണ്ടോ കുറേ കാര്യങ്ങൾ കിട്ടിയത് കൊണ്ടോ ക്രിസ്തുവിൻ്റെ അധികാരം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല, ശക്തി ഉണ്ടാകണമെന്നില്ല. മനുഷ്യൻ തരുന്ന അധികാരങ്ങൾക്കപ്പുറത്ത് ദൈവത്തിൻ്റെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കണം. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ അധികാരിയാണെന്നും ദൈവത്താൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് അറിയാനുള്ള ഏറ്റവും വലിയ മാർഗം നിങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിലും ദൈവത്തിൻ്റെ വഴിയിലൂടെയും നടക്കുക എന്നുള്ളതാണ്. ദൈവ സ്വഭാവവും ദൈവ വഴിയിലൂടെ നടക്കാതെ അധികാരമുണ്ടെന്ന് പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു അപമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങിയതാണ് പലർക്കും എനിക്കെതിരെയുള്ള ഒരു അപമാനമായിട്ട് പറയുന്നത്. സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി, ഞാൻ പറഞ്ഞാൽ എനിക്ക് നല്ല ജോലി ഉണ്ടായിരുന്നതൊക്കെ വേണ്ടെന്ന് വെച്ച് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാവുന്നൊരു മനുഷ്യനായിരുന്നു ഞാൻ. അത് വേണ്ടെന്ന് വെച്ച് ഇറങ്ങിയപ്പോൾ പലരും ഇന്ന് അതിൻ്റെ പേരിൽ അവഹേളിക്കാൻ തുടങ്ങി. എനിക്ക് സന്തോഷമുള്ളൂ. കാരണം ഈ അവഹേളനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ദൈവിക മഹത്വമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി എന്തൊക്കെ നാറ്റം എനിക്കെതിരെ ഉണ്ടായാലും, എന്തൊക്കെ അവഹേളനം ഉണ്ടായാലും, അത് ഞാൻ ചെയ്യാത്ത പ്രവൃത്തിയുടെ ഫലമായിട്ടുള്ളതായതുകൊണ്ട് ക്രിസ്തു എനിക്ക് പ്രതിഫലം തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ചങ്കൂറ്റത്തോടെ പറയാനും ധൈര്യമെടുക്കുന്നത്. ഞാൻ ആരെയും അടിമയല്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ടവൻ. അതുകൊണ്ട് കർത്താവിൻ്റെ സ്വാതന്ത്ര്യമേ, കർത്താവിൻ്റെ അടിമയല്ല. നമ്മളാരും കർത്താവിൻ്റെ അടിമയെന്ന വാക്കിൻ്റെ അർത്ഥം ആജ്ഞാനവർത്തി പോലെ ജീവിക്കുക എന്നുള്ളതാണ്. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്നവനാണ്. ആ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കണം. ഇനി ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, എല്ലാ മഹത്വം എനിക്ക് നൽകപ്പെടും എന്നിട്ട് പറയുകയാണ്, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും. പിശാചിനെ ആരാധിച്ചാൽ ഇതെല്ലാം, നീ എന്നെ ആരാധിച്ചാൽ, പിശാചിനെ ആരാധിച്ചാൽ എനിക്കിഷ്ടമുള്ള പിശാചിനെ ആരാധിക്കുന്നവർക്കല്ല ഞാനിത് കൊടുക്കുന്നു. നീ എന്നെ ആരാധിച്ച് നിനക്കും തരാമെന്ന്. അപ്പോൾ ഈശോ എന്തായിരിക്കും ഉണ്ടായിരുന്നത്? കാരണം ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളുടെ മേലെ ഒരു ആധിപത്യം മനുഷ്യന് കൊടുത്തപ്പോൾ ആ ആധിപത്യം മനുഷ്യന് കിട്ടിയിട്ട് മനുഷ്യൻ പിശാചിന് മുമ്പേ കൊണ്ടുപോയി അത് അടിയറവ് വെച്ചു, അവന് വിറ്റു. അങ്ങനെയെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കാനാണ് യേശു ക്രിസ്തു വന്നത്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവുമായിട്ട് ബന്ധത്തിലായിരിക്കുന്ന ഒരുവൻ്റെ മേൽ പിശാചിന് ഒരിക്കലും അധികാരമില്ല. അവന് ഈ പിശാച് പിടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം അവനെടുത്ത് കൊടുക്കുവാൻ കർത്താവിന് അധികാരമുണ്ട്. കർത്താവ് അത് കൊടുക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സന്ദേശക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. വലിയ സന്ദേശങ്ങളൊക്കെ കിട്ടുന്നുണ്ടാകും. ഒരുപാട് നിങ്ങൾ പേര് കേട്ടവരായിരിക്കാം. അവർ ഉറങ്ങണമെങ്കിൽ, ഫുഡ് കഴിക്കണമെങ്കിൽ, അവരുടെ വീട്ടിൽ നിന്ന് ഒരു വിവാഹം നടക്കണമെങ്കിൽ, വിദേശത്ത് പോകണമെങ്കിൽ, വീട് വെക്കണമെങ്കിൽ എല്ലാം നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും. ഇങ്ങനെ
മനുഷ്യൻ്റെ ലൗകികമായ പല കാര്യങ്ങൾക്കും വേണ്ടി സന്ദേശമെടുത്ത് അവസാനം നിങ്ങളുടെ ആത്മാവ് തള്ളപ്പെട്ടു പോകരുത്, നരകത്തിൽ പോകരുത് എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പായി പറയുന്നത്. നിങ്ങൾ ആത്മാവ് രക്ഷിക്കാൻ വേണ്ടി വരങ്ങൾ ഉപയോഗിച്ചു, പക്ഷേ അത് നിങ്ങൾക്ക് സമ്പത്തുണ്ടാക്കാനോ പേരെടുക്കാനോ പ്രശസ്തിക്കോ വേണ്ടി ആകരുത്. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയും, അനീതി എനിക്ക് നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ എന്ന് ഇപ്പോഴേ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വചനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് വിധി ദിവസം ഒരിക്കൽ കൂടി പറയുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത്ഭുതം പ്രവർത്തിക്കുന്നവരെ, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നവരെ, ഡെലിവറൻസ് ശുശ്രൂഷ ചെയ്യുന്നവരെ, നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആത്മാക്കളെ നേടാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത്, അതോ മറ്റേതെങ്കിലും ലക്ഷ്യം വെച്ചും കൊണ്ടാണോ? നിങ്ങൾ പരിശോധിക്കണം. വീണ്ടും നമുക്ക് കാണാൻ പറ്റും, അവിടെ അടുത്തത് അത്ഭുതം പ്രവർത്തിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ കൃപയാൽ അത്ഭുതം പ്രവർത്തിച്ച ഒരുപാട് മനുഷ്യർ സഭയിലുണ്ട്. വിശുദ്ധ അന്തോനീസ് അത്ഭുതം പ്രവർത്തിച്ച, വിശുദ്ധ മാർട്ടിൻ ബോറസ്, വിശുദ്ധ ഫ്രാൻസിസ് പവോള, എത്രയോ വിശുദ്ധർ അത്ഭുതം പ്രവർത്തിച്ചു. അവരൊന്നും പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നില്ല. അവർ ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ തന്നെ ആയിരങ്ങൾ ക്രിസ്തുവിലേക്ക് വരികയാണ് ചെയ്തത്. അവർ അത്ഭുതം പ്രവർത്തിച്ചിട്ട് അവിടെ ഷാൾ അണിയാനും അംഗീകാരം കിട്ടാനും സർട്ടിഫിക്കറ്റ് മേടിക്കാനും ആദരിക്കപ്പെടാനും നിന്നില്ല. അവർ നേരെ ആ സ്ഥലം വിട്ടുപോയി. ഇത് നമുക്കിപ്പം അവാർഡുകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ആദരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. എന്തിന്? ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുന്നവന് വലിയ ആദരിക്കലൊന്നും ലോകത്ത് ഉണ്ടാകത്തില്ല. ലോകം നമ്മളെ പുച്ഛിക്കും, ലോകം നമ്മളെ പരിഹസിക്കും. പത്രോസിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് രണ്ടാം വരവിനെക്കുറിച്ച് പറയുന്നവനെ പരിഹസി തന്നെയായിട്ട് മാറ്റും. അതുപോലെ അറിയത്തില്ല ഇപ്പോൾ പലർക്കും, ആ അവസ്ഥയിൽ എത്തി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതൊക്കെ ക്രിസ്തുവിൻ്റെ നാമത്തിലാണെങ്കിൽ അതുകൊണ്ട് ക്രിസ്തുവിന് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇത് ചിന്തിക്കാൻ. അല്ലാതെ ഒരു കള്ളക്രിസ്തുവിൻ്റെ വേഷമണിഞ്ഞ്, വ്യാജപ്രവാചകൻ്റെ വേഷമണിഞ്ഞ് നടക്കരുത്. ഹെബ്രായർ 10:29 പറഞ്ഞ് നിർത്താം. ദൈവപുത്രനെ ഇപ്രകാരം ചെയ്യുന്നവരെന്ത് ചെയ്യുന്നു? ദൈവപുത്രനെ പുച്ഛിച്ചു തള്ളുകയും തന്നെ ശുദ്ധീകരിച്ച പുതിയ ഉടമ്പടി രക്തത്തെ അശുദ്ധമാക്കുകയും കൃപയുടെ ആത്മാവിനെ അവമാനിക്കുകയും ചെയ്തവന് ലഭിക്കുന്ന ശിക്ഷ എത്ര കഠോരമായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതുകൊണ്ട് വെറുതെ വിടത്തില്ല കർത്താവ്. ഇങ്ങനെയൊക്കെ കാണിച്ച് കർത്താവിൻ്റെ നാമത്തെ അവഹേളിക്കുന്നവരെ കർത്താവ് വെറുതെ വിടുകയില്ല. ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, തീർച്ചയായിട്ടും അവരോട് കർത്താവ് കണക്ക് ചോദിക്കും. യാതൊരുവിധ കോംപ്രമൈസും അതിനകത്തില്ല. തിരിച്ചു വരിക, കർത്താവിൻ്റെ നാമത്തിന് മഹത്വം കൊടുക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനം ഇനിയിപ്പോൾ ജൂൺ മാസം തീരാറായി. അങ്ങനെ 2-3 പേരെങ്ങാണ്ട് ബുക്ക് ചെയ്തിട്ടുള്ളൂ. 20 പേരാകുമ്പോഴേ എന്തായാലും ഇനി ചെയ്യുന്നുള്ളൂ. ചിലപ്പോൾ ഓൺലൈൻ ധ്യാനം വയ്ക്കും. ഓൺലൈൻ ധ്യാനം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അത്യാവശ്യം കുറച്ച് കാര്യം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. താമസിച്ചുള്ള വയ്ക്കുന്നത് ഏകാഗ്രതയോടെ കർത്താവിൻ്റെ വചനം കേട്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും വിശ്വാസം വളരാനും വേണ്ടിയിട്ടുള്ളതാണ് താമസിച്ചുള്ളത്. കാരണം നമ്മൾ കത്തോലിക്കർക്കുള്ളൊരു പ്രശ്നം ഭയങ്കര തിരക്കാണല്ലോ. നമുക്ക് മൊത്തം തിരക്കാണ്. ആശുപത്രി പോകുന്നതിന് നമുക്ക് തിരക്കില്ല, ടൂറ് പോകുന്നതിനൊന്നും തിരക്കൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ ധ്യാനം കൂടാൻ വലിയ തിരക്കാണ് എല്ലാവർക്കും. അതെന്തായാലും ആയിക്കോട്ടെ, കർത്താവിൻ്റെ സമയത്തിലെല്ലാം ക്രമീകരിച്ചോട്ടെ. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ താല്പര്യമുള്ളവർ നേരത്തെ ബുക്ക് ചെയ്ത് കൊള്ളുക. നമുക്കൊരു താമസമുള്ള ധ്യാനം ആഗ്രഹിക്കുന്നു, അത് ക്രമീകരിക്കണം. അപ്പോൾ 20 പേരുണ്ടെങ്കിലേ ക്രമീകരിക്കാൻ പറ്റുകയുള്ളൂ. ഓൺലൈൻ ധ്യാനത്തിൽ അത്യാവശ്യം താല്പര്യമുള്ളവരെ ഞാൻ പിന്നെ ഡേറ്റ് ഞങ്ങൾ അറിയിച്ചോളാം. അപ്പോൾ നിങ്ങൾ കടന്നു വരിക. അപ്പോൾ നമുക്ക് എല്ലാ മാസവും ജാഗരണ പ്രാർത്ഥനയുണ്ട്, ഉപവാസ പ്രാർത്ഥനകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെയുള്ള ഗൂഗിൾ മീറ്റ് ശുശ്രൂഷകളുണ്ട്, നിരവധി ശുശ്രൂഷകളുണ്ട്. അതെല്ലാം ഇങ്ങനെ നടന്നു പോകുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുക. നിരവധി പേർ ക്രിസ്തുവിനെ അറിയട്ടെ, അനുഭവിക്കട്ടെ, അതിനുവേണ്ടി ഒരുങ്ങട്ടെ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ നാമം ഉപയോഗിച്ച് എപ്പോഴെങ്കിലും പ്രവചനങ്ങളോ പിശാച് പുറത്താക്കലോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, അതിന് വിധേയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനോർത്ത് മാപ്പി ചോദിക്കുന്നു. സ്വർഗീയ പിതാവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഈശോ ഞങ്ങളുടെ നാമത്തിന് കൊടുക്കേണ്ട യഥാർത്ഥ മഹത്വം കൊടുക്കാതെ ഞങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ജീവിച്ച് ഞങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ മുന്നോട്ട് പോയതിനെ ഓർത്ത് മാപ്പി ചോദിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ, കൃപയായിരിക്കണമേ. ഒരു പുതിയ ജീവൻ നയിക്കുവാൻ ഞങ്ങൾ ഒരുക്കണമേ. തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. അങ്ങേ അവഹേളിച്ചതിനെ ഓർത്ത് മാപ്പി ചോദിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുത്തെ പ്രവർത്തനത്താൽ ലോകത്ത് നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും, എല്ലാ അടയാളങ്ങളും, എല്ലാ പൈശാചിക പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കുന്ന ശുശ്രൂഷകളും, എല്ലാ പ്രവചനങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ ആത്മാവിൽ മാത്രം അത് ചെയ്യുവാൻ നിരവധി പേരെ അവിടുന്ന് ഒരുക്കണമേ.
പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടി ഞങ്ങളെ അമ്മ കൂടെ കൂട്ടണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. നിരവധി പേര് ഇത് കാണട്ടെ, കേൾക്കട്ടെ, വിശ്വാസത്തിൽ തിരിച്ചു വരട്ടെ. വിശ്വാസത്തിൻ്റെ മേഖലകളെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കട്ടെ. അതുവഴി അവർ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ മറ്റ് ആത്മാക്കളെ കൂടി നിങ്ങൾ രക്ഷയിലേക്ക് നയിക്കാൻ സഹായിക്കുകയാണ്. ആ ബോധ്യത്തോടെ വേണം നമ്മളത് ചെയ്യാൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുത്തതിനും സഹായിക്കുന്നതിനൊക്കെ വളരെയേറെ നന്ദി. കർത്താവ് എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.